ഞാൻ ചാൻസിന് വേണ്ടി സമീപിക്കാത്ത ആൾക്കാർ ആരുമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു പ്രിയ സുഹൃത്തുമായി ബന്ധപ്പെട്ട കുറെ സിനിമകളുടെ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ TV ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളുടെയും അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെയും 50 വർഷങ്ങളിന്റെ ഒരു ആഘോഷം. സ്വാഭാവികമായിട്ടും TV ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ, മമ്മൂട്ടി എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ഓഫ് ബീറ്റ് എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്ന കുറെ സിനിമകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഡാഡി എന്ന് പറയുന്ന ഡാനി എന്ന് പറയുന്ന സിനിമകളൊക്കെ TV ചന്ദ്രന്റെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും ആ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ചാൻസ് ചോദിക്കാത്തവരില്ല. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലത്തെ ആൾക്കാരോട് മാത്രം ഞാൻ ചോദിച്ചിട്ടില്ല. അതിന്റെ രണ്ടർത്ഥമുണ്ട്. വീട്ടിലിപ്പോ ഒരു പുതിയ മനുഷ്യനുണ്ട്. പോട്ട് കേക്കാം. എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത് എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ഞാൻ അങ്ങനെയാണ് അഹങ്കരിച്ചു, ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പറയാൻ വിചാരിച്ചു. ആരും ഇങ്ങനെ പറഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കാലമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊതുവെ പരന്നിരുന്ന കുറെ വാർത്തകൾക്കുള്ള ഒരു മറുപടിയായിട്ട് നമുക്കിതിനെ കരുതാം. ഏറെക്കാലമായി മമ്മൂട്ടിയെ കുറിച്ചിട്ട് മമ്മൂട്ടിയുടെ അതേ ഒരു സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന വേറൊരു മനുഷ്യനും കൂടിയുണ്ട്. പക്ഷെ അദ്ദേഹം നടനല്ല, ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്. പിണറായി വിജയൻ എന്നാണ് പേര്. അദ്ദേഹത്തിന് കൂടി ഇത്തരത്തിലുള്ള ചില ചീത്ത പേരുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഏറെ കാലമായി നമ്മുടെ മുമ്പിലേക്ക് എല്ലാം വന്നിരുന്ന വാർത്തകളൊന്ന്, അദ്ദേഹം വളരെയധികം ക്ഷിപ്രകോപിയാണ്, കാർക്കശ്യക്കാരനാണ്, എപ്പോഴാ ദേഷ്യം പിടിക്കാന്ന് അറിയില്ല. എന്തിനേറെ അതിലുള്ള നടന്മാരൊക്കെ അതായത് മമ്മൂക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നടനെയും അവിടുന്ന് മാറ്റും. അയാൾ വിചാരിക്കുന്ന ഇതിൽ കഥ മാറ്റി എഴുതും എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ ഏറെ 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 നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പരന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർത്തമാനങ്ങളോ ഈ രീതിയിലുള്ള ചീത്ത പറച്ചിലുകളൊന്നും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അധികമൊന്നും ഏറ്റിട്ടില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും എല്ലാവരുടെയും താങ്ങും തണലും തടവിലൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ട് വളർന്നിട്ടുള്ള ഒരാളെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. എന്നാൽ മമ്മൂട്ടി അങ്ങനെയല്ല. മമ്മൂട്ടി അടുക്കാൻ പറ്റാത്ത ഒരാളാണ്, ഒരു കഥയുമായിട്ട് ചെല്ലാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ള ചീത്ത പറച്ചിലുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് മമ്മൂക്ക അവസാനമാണ് സംസാരിക്കാൻ വരുന്നത്. എന്നെപ്പറ്റി എന്തൊക്കെ പറയും, ഞാൻ അത് തിരുത്തി, ഞാൻ തിരക്കഥ തിരുത്തി, ഞാൻ ഷൂട്ടിങ്ങിന് വന്നില്ല, ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് ഞാൻ. പക്ഷേ അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അവസാനത്തെ തെളിവെന്ന നിലയ്ക്ക് ലാസ്റ്റ് ഒരു സംഗതി കൂടി നിങ്ങൾക്ക് തരാം. മമ്മൂക്കയുടെ തന്നെ ഒരു സ്വന്തം നിർമ്മാണ കമ്പനിയുടെ പേരാണ് നമ്മുടെ മമ്മൂട്ടി കമ്പനി എന്ന്. ഈ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഓഫ് ബീറ്റ് സിനിമകൾ, ഒരുപക്ഷെ വേറൊരാൾ പൈസ ഇറക്കി ചെയ്യാൻ മടിക്കുന്ന കാതൽ ദി കോർ, അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കം എന്നീ പറയുന്ന സിനിമകൾ അടക്കം മമ്മൂട്ടി കമ്പനി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, തിരക്കഥയിൽ മാറ്റം വരുത്തണം, ഈ ഒരു സിനിമ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു കാർക്കശ്യക്കാരനായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മാറ്റം വരുത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് നമ്മുടെ കാതൽ ദി കോർ എന്ന് പറയുന്ന സിനിമ ആയിരിക്കും. അതുപോലെ മാറ്റം വരുത്തുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയായിരിക്കാം. നോക്കൂ, അതിലത്തെ ചില രംഗങ്ങൾ, അതിൽ അദ്ദേഹത്തിന് കൊടുത്ത വേഷങ്ങൾ, സൗന്ദര്യം എന്നത് എങ്ങനെയൊക്കെയാണോ അദ്ദേഹത്തെ ഒരു പക്ക ഒരു തമിഴൻ രൂപത്തിലേക്കൊക്കെ മാറ്റാൻ കഴിയുക, അതിനൊക്കെ ഈ സൗന്ദര്യമുള്ളൊരു മമ്മൂട്ടി വെച്ചിട്ട് മാറ്റാൻ വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുന്നുണ്ട് ക്യാമറമാൻ്റെ മുന്നിൽ എന്നുള്ളതാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഏറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ മുഖത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് പുട്ടുറുമീസിലെ കഥാപാത്രമായിട്ടും ഒരു വേട്ടക്കാരനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പുലിയെ പിടിക്കാൻ വരുന്ന ഒരു വേട്ടക്കാരനായിട്ട് വരുന്ന ഒരു കഥാപാത്രമായാലും അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഡാനി എന്ന് പറയുന്ന ഒരു സിനിമയിലെ വേഷമായാലും വിധേയ എന്ന് പറയുന്ന സിനിമയിലെ വേഷമായാലും ഇങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്ഥായി ആയിട്ടുള്ള ആ ഒരു സൗന്ദര്യഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സിനിമകൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഏറെ കാലമായിട്ട് ഇയാളെ പറ്റിയിട്ട്, ഈ ഒരു ചങ്ങാതിയെ പറ്റിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പരന്നിരുന്ന വാർത്തകൾ മുഴുവൻ എതിർക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഇപ്പോൾ മമ്മൂക്ക പറഞ്ഞത് എന്നർത്ഥം.
അപ്പത്തിന് എൻ്റെ മൊബൈൽ ഓഫായി. വളരെ സന്തോഷം. ചന്ദ്രൻ, ഈ TV ചന്ദ്രനൊക്കെ ഞാൻ സിനിമ കാണാൻ സിനിമയോ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കണ്ടുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോമങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് പുള്ളി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിലൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. ഇന്നൊക്കെയാണെങ്കിൽ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രന്റെ കൃഷ്ണൻകുട്ടി എന്ന സിനിമ ഈ ശേഷം അല്ലെ, കബനിയാണ് ആദ്യം. കബനി നദി ചുവന്നപ്പോൾ എന്നുള്ള സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണോ? അത് തന്നെ, ആ സിനിമ തന്നെ ഒരു വിപ്ലവമായിരുന്നു. TV ചന്ദ്രനെ പറ്റിയിട്ട് പുകഴ്ത്തി പറയുകയാണ്. പറയാൻ കാരണമുണ്ട്. മമ്മൂട്ടിയുടെ ജീവിതത്തിൽ നല്ല അഭിനയശേഷിയുള്ള, അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ TV ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് ചെയ്ത വേഷങ്ങളിലെ ധൈര്യത്തെ കുറിച്ചൊക്കെ മമ്മൂട്ടി അവിടെ വളരെ ഒരു എന്താ പറയുക, ലാഭേച്ഛയും ഇല്ലാതെ സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോടെ നോക്കുകയും എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പവിത്രൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്രൻ വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായില്ല. ഞാൻ ചാൻസിന് വേണ്ടി ശ്രമിക്കാത്ത ആൾക്കാർ ആരുമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ച് ബാക്കി എല്ലാവരും ചോദിച്ചിരുന്നു. നോക്കി എത്ര അധികം സിമ്പിളായിട്ടാണ്, ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ആ ഒരു ഡയലോഗ് പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ഒരു നാണക്കേടൊന്നും വിചാരിക്കുന്നില്ല. ചില ആളുകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഈ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മറച്ചു വെക്കും. പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, പണ്ട് താൻ നടന്നിരുന്ന രീതികൾ ഒക്കെ ഒന്ന് മറച്ചു വെക്കാനൊക്കെ ചില ആളുകളൊക്കെ ശ്രമിക്കും. മമ്മൂക്ക എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു പരിപാടി ഇത്ര കാലമായിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നു, ഞാൻ എല്ലാവരോടും ചാൻസ് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവരുടെ ഒരു അവസരം ചോദിച്ചിട്ടുണ്ട്, ഒരു നാണവും മാനവും ഇല്ലാതെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനേറെ ഇപ്പോഴും അദ്ദേഹം ഇരുന്ന് പ്രശംസിക്കുന്ന TV ചന്ദ്രനോടടക്കം തൻ്റെ സുഹൃത്തിന് വഴി ഒരു അവസരം ചോദിച്ചിട്ടുണ്ട് എന്നാണ് മമ്മൂക്ക ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഒരുപക്ഷെ തന്നിലുള്ള നടനെ ആർക്കും തിരിച്ചറിയില്ല, ആർക്കും അറിയില്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാത്രം അറിയുന്ന ആ നടനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടത്തമായിരുന്നു അന്ന് മമ്മൂട്ടി ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഇനിയും ഇതിൽ കൂടുതൽ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വീണ്ടും വരാം. ബൈ.